എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ രണ്ടാമത്തെ ചമ്പു കാവ്യമായ ഉണ്ണിച്ചിരുദേവി ചരിതത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പ്രൊഫസർ PK നാരായണപിള്ളയാണ് ഉണ്ണിച്ചിരുദേവി ചരിതം കണ്ടെത്തിയത്. ഗദ്യം ഹദ്യോതകൽപ്പം എന്നാണ് ഉണ്ണിച്ചിരുദേവി ചരിതത്തെക്കുറിച്ച് പറയുന്നത്. മറ്റ് ചമ്പു കാവ്യങ്ങളെ അപേക്ഷിച്ച് ഗദ്യം കൂടുതലുള്ള കാവ്യമാണ് ഉണ്ണിച്ചിരുദേവി ചരിതം. 30 ഗദ്യവും 3 പദ്യവുമാണ് ഇതിലുള്ളത്. മറയഞ്ചേരി കേരള മിശ്ര മറവാച എന്നാണ് 30ാമത്തെ ഗദ്യം ആരംഭിക്കുന്നത്. 30 ഗദ്യവും തരംഗണി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. ആര്യ, ശ്രദ്ധര, വസന്ത തിലകം എന്നീ 3 വൃത്തങ്ങളിലായിട്ടാണ് പദ്യങ്ങളുടെ രചന. ദേവേന്ദ്രനും ഉണ്ണിച്ചിരുദേവിയും തമ്മിലുള്ള പ്രണയമാണ് ഇതിലെ ഇതിവൃത്തം. അജ്ഞാത കർത്തൃകമായിട്ടുള്ള ഒരു കാവ്യമാണ് ഉണ്ണിച്ചിരുദേവി ചരിതം. ശിവസ്തുതിയോടുകൂടിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതം ആരംഭിക്കുന്നത്. ഉണ്ണിച്ചിരുദേവി ചരിതത്തിന്റെ രചനാകാലത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. 13ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലോ 14ാം നൂറ്റാണ്ടിലോ ആണ് ഉണ്ണിച്ചിരുദേവി ചരിതം രചിച്ചതെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. 14ാം നൂറ്റാണ്ടിലാണ് ഉണ്ണിച്ചിരുദേവി ചരിതം രചിച്ചതെന്ന് ഇളംകുളം കുഞ്ഞംപിള്ള അഭിപ്രായപ്പെടുന്നു. ചോഗിരം ഗ്രാമവർണ്ണന ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ കാണാം. കവി ചോഗിരം ഗ്രാമക്കാരനാണ്, അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ചോഗിരവും പന്നിയൂർ ഗ്രാമവും തമ്മിലുള്ള തർക്കം ഈ കാവ്യത്തിലുണ്ട്. പുതുമലർ കാവിൽ വന്നെഴും ഇളം കൊടികളും എന്നാരംഭിക്കുന്ന പൊയിലം വർണ്ണന ഉണ്ണിച്ചിരുദേവി ചരിതത്തിലേതാണ്. അർദ്ധനാരീശ്വര വർണ്ണന, അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ വൃത്തം, ഗാഥ തുടങ്ങിയവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ണിച്ചിരുദേവി ചരിതത്തിലുണ്ട്. യദുകുല തിലകമണി എന്ന് ആരംഭിക്കുന്ന ശ്രീകൃഷ്ണ വർണ്ണന ഉണ്ണിച്ചിരുദേവി ചരിതത്തിലേതാണ്. ആയനാർ ചിറ, അകവൂർ തമ്പ്രാക്കൾ, സോമയാജി ബ്രാഹ്മണർ, ആർച്ചാൻ കൂത്ത് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ വർണ്ണിക്കുന്ന അങ്ങാടിയാണ് ചിറ്റങ്ങാടി. പന്നിയൂര്, ചോഗിരം, പൊയിലം, തോട്ടുവായ്പള്ളി, വള്ളുവനാട് തുടങ്ങിയ ദേശങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയും ഉണ്ണിച്ചിരുദേവി ചരിതത്തില് കാണാൻ സാധിക്കും. ഉണ്ണിച്ചിരുദേവി ചരിതം പഠനവും വ്യാഖ്യാനവും എന്ന കൃതി രചിച്ചത് പ്രൊഫസർ സുന്ദരം ധനുവച്ചപുരമാണ്.